ഹായ് ജാബിറാണ്. നമ്മളിന്ന് ട്രെക്ക് ചെയ്തിട്ടുള്ളത് നമ്മളെ മൂന്നാറിലുള്ള ചൊക്രമുടി പീക്കിലാണ്. ഈ ചൊക്രമുടി എന്ന് പേര് വരാൻ കാരണം നമ്മളിവിടെ ഉണ്ടായിരുന്ന ഒരു ട്രൈബൽസ് ഉണ്ടായിരുന്നു. അവരുടെ മുടി ഒരു ട്രയാങ്കിൾ ഷേപ്പിലായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ചൊക്രമുടി എന്ന് പേര് വരാൻ കാരണം. നമ്മളുടെ റൈറ്റ് സൈഡ് കാണുന്നത് നമ്മുടെ ബൈസൺ വാലി കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ തന്നെ നമ്മളെ ലെഫ്റ്റ് സൈഡ് കാണുന്നത് രാജാക്കാട് ഭാഗങ്ങൾ. പിന്നെ നമ്മളെ മൂന്നാറ് ഗേറ്റൊക്കെ നമ്മുടെ ടോൾ ഗേറ്റും കാര്യങ്ങളും കാണുന്നുണ്ട്. അതേപോലെ തന്നെ മൂന്നാർ ടൗണ്, മീശപ്പുലിമല കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. നമ്മളെ കൂടെ നിന്ന് 3 പേരും കൂടെ ഉണ്ട് ട്രക്കിങ്ങിന്. വേറെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചു നോക്കാം. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണേ നമ്മളെ രാജേട്ടൻ ഉണ്ട്. രാജേട്ടൻ്റെ അടുത്ത് ചോദിക്കാം. രാജേട്ടൻ്റെ സ്നേഹമാണ് ഈ കാണുന്ന ഈ ഇരിക്കുന്ന പഴം, ഈ ഫാഷൻ ഫ്രൂട്ടൊക്കെ സ്നേഹമുള്ള ആളാണ്. രാജേട്ടാ, എന്താണ് ചൊക്രമുടിനെ പറ്റി പറയാനുള്ളത്? ചൊക്രമുടി എന്ന് പറഞ്ഞാൽ മൂന്നാർ ഭാഗത്തിൽ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും തേർഡ് ഹയസ്റ്റ് പീക്കാണ്. ഓക്കെ, അറൗണ്ട് 7200 ഫീറ്റ് ആയിരിക്കും. നമ്മളിവിടെ നിങ്ങൾക്ക് ഏറ്റവും നല്ല സൺറൈസ് കാണുകയാണെങ്കിൽ രാവിലെ കയറുവാണെങ്കിൽ ഈ ഭാഗത്തുള്ളത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഭംഗിയായിട്ടുള്ള സൺറൈസ് ഇവിടെ നിന്ന് കാണാൻ പറ്റും. പക്ഷെ ഇതാണെങ്കിൽ പ്രായം കൂടി ഒരു ചെറിയ പാടായിരിക്കും. പക്ഷെ ഇവിടെ നമുക്ക് 360 വ്യൂ ആയിട്ടുള്ള ഒരു വ്യൂ ഇവിടെ കാണാൻ പറ്റും. ഇപ്പുറത്തെ സൈഡാണെങ്കിൽ മൂന്നാർ, ഇപ്പുറത്തെ സൈഡ് ഈ വട്ടവട ടോപ്പ് സ്റ്റേഷൻ, ഇതാണെങ്കിൽ ഈ കൊച്ചി ധനുഷ്കോടി നാഷണൽ ഹൈവേ റോഡ്, ഇപ്പുറത്തെ ഇത് മൊത്തം കൂടി ആകാം. പക്ഷെ ഇതാണെങ്കിൽ ഒരു നല്ല അഡ്വഞ്ചർ റോഡ് ഹൈക്കിംഗ് ആണെങ്കിൽ ഇവിടെ ചെയ്യാൻ പറ്റൂലേ? ശരിക്കും ടഫസ്റ്റ് ഹൈക്കിംഗ് ആണ് മൂന്നാർ ഭാഗത്തിൽ. ഇതാണ് നേരത്തെ ആണമുടി ആയിരുന്നു. ഇപ്പൊ ആണമുടി അവിടെ നാഷണൽ പാർക്ക് ഉള്ളത് കൊണ്ട് അത് ക്ലോസ്. അപ്പൊ മാക്സിമം കമ്പയർ ടു മീശപ്പുലിമല ഇതാണ് ഏറ്റവും നല്ലതായിരിക്കും. ഓക്കെ, ഇവിടെ ഈ ചൊക്രമുടി എന്ന് പേര് വരാൻ കാരണം എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല? നേരത്തെ എന്നാന്ന് വെച്ചാൽ ഇവിടെ താഴെ കുറച്ച് ട്രൈബൽസ് ഉണ്ടായിരുന്നേ. അവരുടെ പേരാണെങ്കിൽ ചൊക്രമുടി എന്ന് വെച്ചാൽ അവരുടെ മുടിയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിലായിരിക്കും. ഈ ഭാഗം മൊത്തമാണെങ്കിൽ അവർ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ആയിരിക്കും. ഒത്തിരി താഴെ ഡിസ്റ്റൻസ് കാണുന്ന സമയത്ത് ഈ മൗണ്ടെയിൻ തന്നെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലായിരിക്കും. അപ്പൊ ആ ട്രൈബൽസിന്റെ പേര് തന്നെ ഈ മൗണ്ടെയിൻ ആയത് അറൗണ്ട് ഒരു 1870 ടൈമിൽ. അതല്ലാതെ ഈ മൂന്നാറിന് വേറെ ഒരു ചെറിയ കാര്യം കൂടി ഒത്തിരി പേര് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ മൂന്നാറിന് ശരിക്കും പേരാണെങ്കിൽ 3 പക്ഷെ അതിന് പകരം വേറെ ഒരു കാര്യമുണ്ട്. നേരത്തെ ഫസ്റ്റ് ടൈം ഇവിടെ ഒരു ബ്രിട്ടീഷിന്റെ മേജർ വന്നായിരുന്നു അറൗണ്ട് 1860-50 സമയത്തിൽ. പുള്ളിയുടെ പേര് ജോൺ ഡാനിയൽ മൂൺറോ എന്ന് പറഞ്ഞിട്ടാ. പുള്ളിയാ മൂന്നാറായി ഫൈൻഡ് ഔട്ട് ചെയ്ത്. സോ മൂൺറോ കൺവേർട്ടഡ് ടു മൂന്നാർ. അതുപോലെ തന്നെ ഇവിടെ വേറെ ഒരു പ്രത്യേകം കൂടി കാണാൻ പറ്റും. ഇവിടെ റോഡോഡെൻഡ്രോൺ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക ഫ്ലവർ കാണാൻ പറ്റും. അതാണെങ്കിൽ മാക്സിമം എബോവ് 2800 മീറ്റർ ഹൈറ്റിൽ മാത്രമേ അത് ഉണ്ടാവുള്ളൂ. അപ്പോൾ താങ്ക് യു രാജേട്ടാ. താങ്ക് യു.